ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തിൻ്റെ മുന്നിലേക്ക് ദേവിക ആ ഡിമാൻഡ് വെച്ചതോടുകൂടി ശരത്തിൻ്റെ പ്ലാനുകൾ ചീറ്റി പോവുകയാണ്. അങ്ങനെ ദേവിക ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രിയോട് പറയാണ്. അപ്പോൾ പ്രിയ പറയണേ, ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെ. അപ്പോൾ ദേവിക പറയണേ, ബുദ്ധിമാനായ ശരത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡിമാൻഡ് വെച്ചത്. എന്തായാലും അവൻ ഒരിക്കലും അമ്മയെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നില്ല. പ്രഭാവതി അമ്മയെ ഇവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ അമ്മയെ ആദ്യം കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ മുന്നിൽ അവൻ ഉത്തരം മുട്ടിപ്പോയി. അപ്പോൾ പ്രിയ പറയാണ്, അല്ല, അവന് വാടക വീട്ടിലേക്കും പ്രഭാവതി അമ്മയെ കൊണ്ടുപോവാലോ, എന്നിട്ട് അവിടെ വെച്ചും പ്രഭാവതി അമ്മയെ കൊല്ലാലോ. ഇല്ല, അതൊരിക്കലും അവൻ ചെയ്യില്ല. കാരണം അവിടെ വെച്ച് അവൻ്റെ കസ്റ്റഡിയിൽ വെച്ച് വാടക വീട്ടിൽ വെച്ച് മരിച്ചാൽ ഉറപ്പായും ഒരു അന്വേഷണം ഉണ്ടാവും. ഇനിയിപ്പോൾ പ്രഭാവതി അമ്മ സ്വാഭാവികമായും മരിച്ചാലും നല്ലൊരു അന്വേഷണം ഉണ്ടാവുമെന്ന് അവനറിയാം. എങ്കിൽ നമ്മളത് അന്വേഷിപ്പിക്കുമെന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവനൊരിക്കലും അത് ചെയ്യാൻ സാധ്യതയില്ല. എന്തായാലും പന്തിപ്പോൾ അവൻ്റെ കോർട്ടിലാണ്. അവൻ എന്ത് തീരുമാനിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് ദേവികയോട് മനോഹരൻ സംസാരിക്കുകയാണ്. എന്നിട്ട് എന്തായി, മോളുടെ ഡിമാൻഡ് ശരത്ത് അംഗീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ അംഗീകരിക്കാൻ സാധ്യതയില്ല അച്ഛാ. അപ്പോൾ മനോഹരൻ പറയണേ, എല്ലാം എൻ്റെ തെറ്റാണ്. എനിക്ക് പാർവതിയോട് കുറച്ച് നയത്തിൽ പെരുമാറിയാൽ മതിയായിരുന്നു. അവൾ ചെയ്ത ഓരോ തെറ്റുകളും എനിക്ക് കുറച്ചൊന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ പാർവതി ഉണ്ടായേനെ. എല്ലാം എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞു മനോഹരൻ കുറ്റബോധത്തോടു കൂടി സംസാരിക്കുമ്പോൾ ദേവിക പറയണ, അച്ഛൻ അങ്ങനെ കുറ്റബോധത്തിൻ്റെ ഒരു ആവശ്യവുമില്ല. അച്ഛനെല്ലാം മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ശരത്തിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അമ്മ ഉള്ളത് എന്ന്. എന്താ മോളെ നീ പറയുന്നത്? സ്വന്തം പ്രസവിച്ച അമ്മയെ സംരക്ഷിക്കാൻ പോലും, ഒരു വീട്ടിൽ പോയി താമസിപ്പിക്കാൻ പോലും അവന് കഴിയുന്നില്ല. പിന്നെ ഇത്രയും ദിവസം പാർവതിയെ ഒളിവിൽ താമസിപ്പിക്കാൻ അവന് എങ്ങനെ കഴിയും? അതിന് അവൻ്റെ കസ്റ്റഡിയിലാവില്ല, തങ്കച്ചിയുടെ കസ്റ്റഡിയിലായിരിക്കും. തങ്കച്ചിയുടെ കസ്റ്റഡിയില്ല. അതുകൊണ്ട് അവൻ എന്ത് ഗുണമാണുള്ളത്? തങ്കച്ചിക്കാണ് ശരത്തിനെ കൊണ്ട് ഗുണമുള്ളത്. ശരത്തിനെ ഒരു അടിമയായിട്ട് തങ്കച്ചിക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് തങ്കച്ചിയായിരിക്കും അമ്മയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ മനോഹരൻ ചോദിക്കാൻ, അപ്പോൾ ഒരിക്കലും എൻ്റെ പാർവതിയെ എനിക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയല്ല അച്ഛാ, നമ്മൾ അമ്മയെ കണ്ടുപിടിക്കാനല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനും സിദ്ധുവും പ്രിയയും പോലീസും എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ ആർക്കെങ്കിലും അമ്മയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ മനോഹരൻ പറയണേ, എത്രയും പെട്ടെന്ന് എൻ്റെ പാർവതിയെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. എത്ര ദിവസമായി എൻ്റെ പാർവതിയെ ഒന്ന് കണ്ടിട്ട്. എവിടെയായിരുന്നെങ്കിലും എൻ്റെ പാർവതി സുഖമായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് വിഷമത്തോടു കൂടി മനോഹരൻ പറഞ്ഞിട്ട് പോകുമ്പോൾ മനോഹരൻ്റെ ആ വിഷമം കാണുമ്പോൾ ദേവികയ്ക്ക് കണ്ണുകളൊക്കെ നിറയുകയാണ് കേട്ടോ. അച്ഛൻ ഇപ്പോഴും അമ്മയോട് എന്ത് കരുതലും സ്നേഹമാണ് എന്നുള്ള ഭാവത്തിൽ. പിന്നീട് സ്വാമി ജയശങ്കറിനോട് പറയുകയാണ്, നമുക്കൊരു പ്ലാൻ ചെയ്താലോ? നമ്മൾ ഇതുവരെയും മാലിനിയെയും നിരഞ്ജൻ സാറിനെയും പിരിക്കാൻ വേണ്ടി നാവ് കൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ എന്താണാവോ സ്വാമി ചെയ്യേണ്ടത്? കൈ കൊണ്ടാണോ? കൈ കൊണ്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അബദ്ധം കാണിച്ചാൽ പിന്നെ ഒരിക്കലും മാലിനിയെയും നിരഞ്ജൻ സാറിനെയും പിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്കിനി ബുദ്ധി കൊണ്ടുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. ഞാൻ കുറേ ആലോചിച്ച് കണ്ടെത്തിയ ഒരു മാർഗമാണ്. ഇതിന് അക്ഷര മേഡത്തിൻ്റെ സഹായം കൂടി വേണം. നമുക്ക് തങ്കച്ചിയുമായിട്ടുള്ള പ്രശ്നം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വരും. ആ കാശ് കൊണ്ട് നമുക്കൊരു ഫ്ലാറ്റോ ഒരു വീടോ നമുക്ക് വാങ്ങാം. എന്നിട്ട് നമുക്ക് അവിടേക്ക് താമസം മാറാം. അങ്ങനെ ആകുമ്പോൾ നിരഞ്ജൻ സാറിന് ഉറപ്പായും അക്ഷര മേഡത്തിനോടൊപ്പം വരേണ്ടി വരുമല്ലോ. അതാണ് ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗം. ഇങ്ങനെയാണ് നിരഞ്ജൻ സാറിനെയും മാലിന്യയും തമ്മിൽ അകറ്റാനുള്ള ഒരു വഴിയുള്ളൂ. കണ്ണകന്നാൽ മെയ്യകന്നു എന്നല്ലേ പറയാം. നമുക്ക് ഈ ഒരു മാർഗമാണ് ഇനി കണ്ടെത്തേണ്ടത്. അതിന് അക്ഷര മേഡത്തിൻ്റെ സഹായം വേണം. എങ്ങനെയെങ്കിലും അക്ഷര മേഡത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്ന് പറയട്ടോ. അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം ജയശങ്കർ അക്ഷരയുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അക്ഷര പറയാണ്, എന്താ എല്ലാ വശവും ആലോചിച്ചിട്ട് തന്നെയാണോ ഡാഡി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? അതേ മോളെ, എനിക്ക് ഏറ്റവും വലുത് നിൻ്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഡാഡിക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം നമ്മളോടൊപ്പം വരുമെന്ന്? അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല. അതിന് നിരഞ്ജൻ്റെ അമ്മയെ കൂടി നമ്മളോടൊപ്പം കൊണ്ടുപോകണം. അപ്പോൾ ഡാഡിക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് നിൻ്റെ ജീവിതമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് എന്ത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഡാഡി എന്താ പറഞ്ഞു വരുന്നത്? ഇവിടെ നിന്ന് ഒളിച്ചോടണം എന്നാണോ? എനിക്കെന്തായാലും അതിന് സമ്മതമില്ല. കാരണം നമ്മളിവിടെ നിന്നും ഒളിച്ചോടിക്കഴിഞ്ഞാൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ആ മാലിനിയാണ്. അതുകൊണ്ട് അവളുടെ മുന്നിൽ എനിക്ക് തോൽക്കാൻ ഒരിക്കലും സമ്മതമല്ല. ഞാനൊരു ഭാര്യയാണ്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്കുന്ന അവളെ പേടിച്ച് ഞാൻ ഒളിച്ചോടാൻ ഒരിക്കലും ഞാൻ തയ്യാറല്ല. എന്തും നേരിടാനുള്ള ശക്തി എനിക്കുണ്ട്. അത് എന്ത് തന്നെ ആയാലും ശരി, ഞാൻ ഡാഡിയുടെ മോളാണ്. അതുകൊണ്ട്
അതുകൊണ്ട് ഒരിക്കലും ഇവിടെ നിന്നും ഒളിച്ചോടാൻ എനിക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞ് അക്ഷര പോവുകയാണ് കേട്ടോ. പിന്നീട് പ്രേമയുടെ അടുത്തേക്ക് ചന്ദ്ര മരുന്നുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ഒരു ഗ്ലാസ് പാലും പിന്നെ ശരത്ത് ചന്ദ്രയ്ക്ക് കൊടുത്തിട്ടുള്ള ആ മരുന്നുമായിട്ടാണ് ചെല്ലുന്നത്. അത് കുടിച്ചാൽ കുറേശ്ശെ ആയിട്ട് പ്രേമ എന്തായാലും മുഴുഭ്രാന്തിയാവും എന്നുള്ള കണക്കുകൂട്ടലോട് കൂടിയാണ് കേട്ടോ ആ മരുന്ന് ദിവസവും ചന്ദ്ര കൊടുക്കുന്നത്. ചന്ദ്ര കരുതുന്നത് പ്രേമ ദിവസവും അത് കുടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഈ മരുന്ന് കൊടുക്കുന്ന സമയത്ത് പ്രേമ ചോദിക്കുകയാണ്, അല്ല ചന്ദ്ര, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടായി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര നല്ലവളായിട്ട് പറയുകയാണ്, ഇല്ല പ്രേമേച്ചി, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്ക് എന്നോട് നുണ പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ വീണ്ടും ചന്ദ്ര പറയുന്നത്, ഇല്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുമ്പോൾ, അല്ല നിൻ്റെ കവള് കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് കാര്യം മനസ്സിലാവാൻ കേട്ടോ. എൻ്റെ കരണം നോക്കി പൊട്ടിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ചന്ദ്ര പറയുകയാണ്, ഇല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ പ്രേമ പറയണേ, അങ്ങനെ സത്യം പറ എന്ന് പറയട്ടോ. അങ്ങനെ ചന്ദ്ര മരുന്നും ഒരു ഗ്ലാസ് പാലും കൊടുക്കുകയാണ്. അങ്ങനെ മരുന്ന് വാങ്ങിയ ശേഷം പാല് കൊടുത്ത ശേഷം പാല് കയ്യിൽ ഒടിച്ച ഉടനെ, നല്ല ചൂടുണ്ടല്ലോ പാലിന്, നീ ഒരു ഗ്ലാസ് കൂടി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് പ്രേമ ചന്ദ്രയെ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ ചന്ദ്ര പോയി എന്ന് കാണുമ്പോൾ പ്രേമ ആ പാലിലേക്ക് ചന്ദ്ര കൊടുത്ത ആ മരുന്ന് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ വിരൽ വെച്ചിട്ട് അങ്ങ് ഇളക്കുകയാണ്. എന്നിട്ട് അവിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗ്ലാസുമായിട്ട് ചന്ദ്ര അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് നിന്ന് ആ ഗ്ലാസ് വാങ്ങിയിട്ട് കയ്യിലുള്ള പാല് പ്രേമ ചന്ദ്രയ്ക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ട, നീ ഇത് കുടിക്കണം, എന്തായാലും എനിക്കിന്ന് പാല് കുടിക്കാൻ തോന്നുന്നില്ല ചന്ദ്രേ, അതുകൊണ്ട് നീ തന്നെ ഇത് കുടിക്കണം എന്ന് പറയാട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, നിന്നോടല്ലടി പറഞ്ഞത് നിന്നോട് ഈ പാല് കുടിക്കാൻ, നിനക്കെന്താ ഈ പാല് കുടിച്ചാൽ ഞാൻ നിനക്ക് സ്നേഹത്തോടു കൂടി തരുന്നതല്ലേ, പിന്നെ എന്താ നിനക്കിത് കുടിച്ചാൽ, ചേച്ചി എന്നെ നിർബന്ധിക്കല്ലേ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് നിന്നോടാണ് പറഞ്ഞത് ഈ പാല് കുടിക്കാൻ, ഇല്ലെങ്കിൽ നിന്നെക്കൊണ്ട് കുടിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞ ഉടനെ ചന്ദ്ര പറയണേ, വഴക്ക് വേണ്ട, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് പ്രേമയുടെ കയ്യിൽ നിന്ന് ആ പാല് വാങ്ങി ചന്ദ്ര കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശരത്ത് കൊടുത്ത ഗുളികയിട്ട ആ പാലങ്ങ് ചന്ദ്ര കുടിച്ചതോടുകൂടി പ്രേമ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നത്? ചിരി കണ്ടപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി ഇങ്ങനെ ചിരിക്കുന്നത്, ചേച്ചിക്ക് എന്താ വട്ടായോ എന്ന് ചോദിച്ച ഉടനെ പ്രേമ ചന്ദ്രയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാണ്ട്, എന്താടി നീ പറഞ്ഞത്, എനിക്ക് വട്ടാണെന്നോ, എനിക്ക് വട്ടാണോടി എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ചന്ദ്ര, ഇല്ല ചേച്ചിക്ക് വട്ടൊന്നുമില്ല, അങ്ങനെ പറയണം, ഗുഡ് ഗേൾ, എന്നാൽ ഗുഡ് നൈറ്റ്, നീ പൊയ്ക്കോ എന്ന് പറയട്ടോ. അങ്ങനെ ചന്ദ്ര കാരണം പൊത്തി പിടിച്ചോണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് നിരഞ്ജൻ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അക്ഷരയാണെങ്കിലും നിരഞ്ജനെ കാത്തു നിൽക്കുന്നത് നിരഞ്ജൻ കാണുകയാണ് കേട്ടോ. അപ്പോൾ നിരഞ്ജൻ അക്ഷരയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്, കള്ള് കുടിച്ചതുപോലെ അഭിനയിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺ ഊരുകയാണ്. അത് കഴിഞ്ഞ് മുടിയൊക്കെ കേടുവരുത്തുകയാണ്. എന്നിട്ട് നാവ് കുഴഞ്ഞതുപോലെ ആടിയിട്ടാണ് അക്ഷരയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, അക്ഷരെ എവിടെ, ശ്രുതിമോൾ എവിടെ എന്ന് നാവ് കുഴഞ്ഞോണ്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ശ്രുതിമോൾ എവിടെ, എനിക്ക് ശ്രുതിമോൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് കൊണ്ടുവന്നത്, ശ്രുതിമോൾക്കുള്ള ഡ്രസ്സാണ്, പിന്നെ നിനക്കുമുള്ള ഡ്രസ്സാണ് അക്ഷരെ, എനിക്ക് ശ്രുതിമോളെയും നിന്നെയും അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ അക്ഷര ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ഡോക്ടറല്ലേ, ഡോക്ടർ എന്താ മനുഷ്യന്മാരല്ലേ, എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം, അതിനു വേണ്ടിയാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ അക്ഷര ചോദിക്കുകയാണ്, കുടിച്ചാൽ എന്താ സ്വസ്ഥത കിട്ടുമോ? സ്വസ്ഥത കിട്ടില്ല, പക്ഷേ സമാധാനമായിട്ടൊന്ന് ഉറങ്ങാലോ, ഉറക്കം ഒരു ചെറിയ മരണമാണല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ തൊട്ടുപുറകെ ആ ഒരു കാര്യം വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അതിനുള്ള ഒരു പ്രാക്ടീസ് ആണെന്ന് പറയുമ്പോൾ അക്ഷരം അങ്ങ് ഞെട്ടിപ്പോകട്ടോ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ കള്ള് കുടിച്ചുകൊണ്ടതായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് അക്ഷരം അങ്ങ് മനസ്സിൽ കരുതാണ്. എന്നിട്ട് പറയാണ്, നിന്നെയും ശ്രുതി മോളെയും എനിക്ക് ജീവനാണ്, നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള ഡ്രസ്സാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, അതുകൊണ്ട് ശ്രുതി മോളെ വിളിച്ചുകൊണ്ട് വാ, എനിക്കിപ്പോൾ തന്നെ എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കണം. അപ്പോൾ അക്ഷര പറയാണ്, അവൾ ഉറങ്ങുകയാണ്, ഇപ്പോൾ അവളെ വിളിക്കാൻ പറ്റില്ല, അത് പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ ശ്രുതിമോൾക്ക് ഈ ഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ വീണ്ടും അക്ഷര പറയണം, അവൾ നല്ല ഉറക്കത്തിലാണ്, നിങ്ങൾ ഇങ്ങ് വാ, ഡാഡി കാണണ്ട നിങ്ങളെ ഈ കോലത്തിൽ, ഞാൻ നിങ്ങളെ കൊണ്ടുപോയി റൂമിലാക്കാം എന്ന് പറയുമ്പോൾ, ഞാൻ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്കാണ് കള്ളു കുടിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് വന്നത്, എന്നിട്ടിപ്പോൾ ഇവിടെ എത്തിയിട്ട് എൻ്റെ റൂമിലേക്ക് പോകാനൊന്നും എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ തന്നെ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം, നിൻ്റെ ഒന്നും സഹായം വേണ്ട, ഞാൻ നിൻ്റെ ഭർത്താവാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നിരഞ്ജൻ അത് തിരുത്തിയിട്ട് പറയണ, അല്ല ഞാൻ നിൻ്റെ ഭർത്താവല്ല, നീയാണ് എൻ്റെ ഭർത്താവ്, ഞാൻ നിൻ്റെ ഭാര്യയാണ്, നീയാണ് ശരി, ഞാൻ തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നിരഞ്ജൻ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ അക്ഷരങ്ങ് കരയുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഡാഡി കാണും, ഞാൻ നിങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ, നിൻ്റെ സഹായം വേണ്ട, എനിക്ക് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരാൻ കഴിയുമെങ്കിൽ എനിക്കിവിടെ നിന്ന്
ബെഡ്റൂം വരെ ഒറ്റയ്ക്ക് പോകാനും കഴിയുമെന്ന് പറഞ്ഞ് ആടിയും കൊണ്ടാണ് നിരഞ്ജൻ പോകുന്നത്. അത് കാണുന്ന അക്ഷര പൊട്ടിക്കരയുകയാണ് കേട്ടോ. അങ്ങനെ അക്ഷര പൊട്ടിക്കരയുന്നത് നിരഞ്ജൻ മാറി നിന്ന് കാണുകയാണ്. അപ്പോൾ അക്ഷരയുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നിരഞ്ജന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. പക്ഷേ നാളത്തേക്കുള്ള നല്ലതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ കുറച്ച് വിഷമിപ്പിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിരഞ്ജൻ കണ്ണ് തുടച്ചുകൊണ്ട് റൂമിലേക്ക് പോവാണ്. ഇത് ശരത്ത് നല്ല ഉറക്കത്തിലാണ്. ആ സമയത്താണ് ശരത്തേട്ട എന്ന് വിളിച്ചുകൊണ്ട് ആത്മാവ് ശരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ ശരത്താണെങ്കിൽ ഉറക്കത്തിൽ ഇങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കാറ് സ്വയം ലൈറ്റ് കത്തുന്നതും അത് കഴിഞ്ഞ് ശരത്തേട്ട എന്ന് വിളിക്കുന്നത് പോലെ നിത്യ വിളിക്കുന്നത് പോലെയൊക്കെ ശരത്തിന് തോന്നുന്നുണ്ട്. അങ്ങനെ ശരത്തിൻ്റെ തൊട്ടടുത്ത് പ്രിയ വന്ന് കിടക്കുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്തേട്ട എന്ന് വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ശരത്ത് അങ്ങ് ഞെട്ടി ഉണരുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ തൊട്ടടുത്ത് പ്രിയയെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ശരത്ത് എനിക്ക് തോന്നിയതായിരിക്കും, ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും എന്നുള്ള ഭാവത്തിൽ ശരത്ത് നല്ലതുപോലെ വീണ്ടും അങ്ങ് കിടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വീണ്ടും ശരത്തേട്ട എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ശരത്തിൻ്റെ മുന്നിൽ ഒരു ഇരുണ്ട രൂപം നിൽക്കുന്നത് കാണുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്ത് പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് കേട്ടോ. എന്നിട്ട് അയ്യോ എന്നങ്ങ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രിയ കഴുത്തിന് കീറി പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴൊന്നും പ്രിയയുടെ മുഖം ശരത്തിന് കാണാൻ കഴിയുന്നില്ല, നല്ല ഇരുണ്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ ആത്മാവാണെന്നുള്ളത് ശരത്തിന് മനസ്സിലാവാൻ കേട്ടോ. എന്നിട്ട് ശ്വാസം കിട്ടാതെ ശരത്ത് കിടന്ന് പെടയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ പ്രിയ കഴുത്തിന് കയറി പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ശരത്തിനെ കട്ടിലിൽ നിന്നും താഴേക്ക് അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ. അങ്ങനെ ശരത്ത് താഴെ വീണ ശേഷം പെട്ടെന്ന് താഴെ നിന്നും എണീറ്റ് നോക്കുമ്പോൾ ശരത്തിന് അവിടെ ആരെയും കാണാൻ കഴിയുന്നില്ല. നിത്യയുടെ ആത്മാവിനെയും പ്രിയയുടെ രൂപം ഒന്നും കാണാൻ കഴിയുന്നില്ല. അതോടുകൂടി ശരത്ത് അങ്ങ് പേടിച്ചു പോവാണ്. കട്ടിലിനടിയിലും റൂമിലൊക്കെ തിരയുന്ന സമയത്ത് ആരെയും കാണുന്നില്ല എന്ന് കാണുമ്പോൾ ശരത്തിന് പേടിയാവാൻ കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഒരു രൂപം കാണുന്നത്. എന്നിട്ട് ആ രൂപം പറയുകയാണ്, എന്നെ നിനക്ക് ആവാഹിക്കണമല്ലടാ, ഞാൻ ഇവിടെ നിന്നും നിന്റെ രക്തം കുടിക്കാതെ പോവില്ലടാ എന്ന് പറയുമ്പോൾ ശരത്ത് പെട്ടെന്ന് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ശരത്ത് അങ്ങ് പേടിച്ചു പോവാണ്. അലർച്ചയോടുകൂടിയുള്ള ആ അട്ടഹാസത്തിൻ്റെ ചിരി കേട്ടതോടുകൂടി ശരത്ത് റൂമിൽ നിന്ന് അങ്ങ് ഓടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഹാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ശരത്ത് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് വീഴുകയാണ്. വീണതോടുകൂടി വീണ്ടും അവിടേക്ക് നിത്യയുടെ രൂപം ചെല്ലുന്നത് കാണുമ്പോൾ ശരത്ത് അങ്ങ് പേടിച്ചു പോവാണ്. കറുത്ത രൂപവും അട്ടഹാസത്തിലുള്ള ആ ചിരിയും കേൾക്കുമ്പോൾ ശരത്ത് വല്ലാതെ പേടിച്ചു പോകട്ടോ. അങ്ങനെ ശരത്ത് ജീവനും കൊണ്ട് എണീറ്റ് ഓടുന്ന സമയത്ത് പെട്ടെന്ന് കാല് തട്ടി അവിടെ അങ്ങ് വീണുകയാണ് കേട്ടോ. വീണതോടുകൂടി ശരത്തിൻ്റെ ബോധം പോവുകയാണ്. അങ്ങനെ ശരത്തിന് ബോധം പോയി എന്ന് കണ്ടപ്പോൾ പ്രിയ പിന്നെ അവിടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പ്രിയ അങ്ങനെ ശരത്തിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ദേവിക വരുന്നത്. എന്നിട്ട് ദേവിക പറയണ നമ്മുടെ പ്ലാൻ വിജയിച്ചു. പ്രിയ പറയണ വീരശൂര പരാക്രമിയായ ശരത്ത് ബോധം കെട്ട് കിടക്കുന്നത് കണ്ടില്ലേ ചേച്ചി. അപ്പോൾ ദേവിക പറയണേ ഇങ്ങനത്തെ 2-3 ഷോക്ക് അവന് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും അവൻ മാനസിക നില തെറ്റി വീൽ ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മളാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ എന്നുള്ളത് അവന് ഒരിക്കലും മനസ്സിലാവരുത്. അങ്ങനെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ പ്രതികരിക്കൽ തുടങ്ങും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ പ്രിയ പറയണ അവൻ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇനി അഥവാ മനസ്സിലാക്കിയാൽ തന്നെ ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. ദേവിക്ക് പറയണേ എന്തായാലും അവൻ ഈ കിടപ്പ് ഇവിടെ തന്നെ കിടക്കണം. എന്നിട്ട് നാളെ രാവിലെ മുത്തശ്ശി അടക്കം എല്ലാവരും അവൻ്റെ ഈ കിടപ്പ് കാണണം എന്നും പറഞ്ഞ് ദേവികയും പ്രിയയും റൂമിലേക്ക് പോവാണ്. സമയത്ത് നിത്യയുടെ ആത്മാവ് ഇതെല്ലാം കണ്ടും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ശരത്തിൻ്റെ ആ കിടപ്പും ദേവികയും പ്രിയയും കൂടി ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിത്യയുടെ ആത്മാവിന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. പിന്നീട് നിരഞ്ജൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോഴാണ് അക്ഷര റൂമിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അക്ഷര നിരഞ്ജൻ്റെ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ മാലിനിയുടെ വാട്സപ്പ് എടുക്കുകയാണ്. അപ്പോൾ അതിൽ പ്രൊഫൈൽ ഫോട്ടോയാക്കിയിട്ട് മാലിനിയും നിരഞ്ജനും ഒരുമിച്ച് നിൽക്കുന്ന ആ സെൽഫിയാണ് കാണുന്നത്. അത് കാണുമ്പോൾ അക്ഷരയ്ക്ക് സങ്കടമാവുകയാണ് കേട്ടോ. എന്നിട്ട് മാലിനി അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും നാളെ എന്തായാലും വരണം എന്നതിനെ കുറിച്ച്. അപ്പോൾ അക്ഷര കണ്ണുകൾ തുടച്ചുകൊണ്ട് അതിൽ വീണ്ടും നിരഞ്ജൻ എഴുതുന്നത് പോലെ ഇല്ല, നാളെ എന്തായാലും നിൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് കഴിയില്ല, എനിക്ക് അക്ഷരയെയും ശ്രുതിമോളെയും കൊണ്ട് എനിക്ക് ഷോപ്പിങ്ങിന് പോവാനുണ്ട്. അത് കാണുന്ന മാലിനി നിരഞ്ജൻ എന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ നാളെ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞതാണല്ലോ, എന്നിട്ടിപ്പോൾ എന്താ പെട്ടെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ മാലിനി നിരഞ്ജൻ്റെ വാട്സപ്പിൽ നിന്നും വരുന്ന ആ മെസ്സേജ് കാണുന്നത്. അപ്പോൾ അക്ഷരയാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്ന് മാലിനിക്ക് അറിയുന്നില്ല. അങ്ങനെ മാലിനി ഇനി രഞ്ജൻ കുടിക്കുന്ന മരുന്നിനെ കുറിച്ച് പറയാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.